അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം ഒരാണയിടുക. എന്തുവാ ആണയിടുന്നതിന്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ട് എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആണയെന്ന് പറയുന്നത് ഒരു ഉറപ്പ, ഒരു കൺഫർമേഷനാ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളിനെ കുറിച്ച് ദൈവത്തിന് മുൻപാകെ വലിയ ബോധ്യമുണ്ടായിരിക്കണം. അഹരോനെ പുരോഹിതനാക്കിയത് ഒരാണയില്ലാതെ, എന്നാൽ അതേ സ്ഥാനത്ത് കർത്താവായ യേശുവിനെ പുരോഹിതനാക്കിയത് ദൈവം ഒരാണയോടുകൂടെ ആക്കുവാനായിട്ട് ഇടയേറ്റുന്നത്. വായിച്ചോട്ടെ 110-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ സ്വർഗസ്ഥനായിരിക്കും ദൈവം പറയുന്നു, ദൈവം സത്യം ചെയ്തു, ദൈവം ആണയിട്ടു, അതിന് എന്തു വരത്തില്ല, യാതൊരു ദൈവം അനുദപിക്കുകയില്ല. നിങ്ങൾക്കറിയാം, ദൈവം ആ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു ദൈവം അനുദപിച്ചു. ശൗലിനെ രാജാവാക്കിയതുകൊണ്ട് ദൈവം അനുദപിച്ചു. പക്ഷെങ്കിൽ തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ വേർതിരിച്ചത് മുഖാന്തരമായിട്ട് ദൈവത്തിന് ഒരനുതാപത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു പുരോഹിതനായിട്ട് നിൽക്കും എന്നുള്ളത് ദൈവത്തിന് അറിവുണ്ടായിരുന്നു.